എന്താണ് ഈ കേസ് എന്ന് പ്രേക്ഷകരുടെ അറിവിലേക്കായി പറയുകയാണെങ്കിൽ, പിണറായി വിജയന്റെ മകൾ ടി വീണയുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും കൊച്ചി ആസ്ഥാനമായ CMRLനുമെതിരെയാണ് കേസ്. എക്സാലോജിക്കിന് CMRL സേവനങ്ങളൊന്നും നൽകാതെ തന്നെ 1,72,00,000 രൂപ നൽകിയെന്നതാണ് പ്രധാന ആരോപണം. 2019 ജനുവരി 25-ന് ആദായ നികുതി വകുപ്പ് CMRL കമ്പനിയുടെ ഓഫീസുകളിൽ റെയ്ഡ് നടത്തി. റെയ്ഡിൽ കമ്പനി കണക്കുകൾ വർദ്ധിപ്പിച്ചു കാണിച്ചുകൊണ്ട് 133.82 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തി. ഇങ്ങനെ സമാഹരിച്ച കള്ളപ്പണം രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും വിതരണം ചെയ്യാൻ ഉപയോഗിച്ചെന്നും കണ്ടെത്തൽ. ഇതിൽ നിന്നുള്ള വിഹിതമാണോ വീണയുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയത് എന്നാണ് പരിശോധിക്കുന്നത്. മറ്റൊന്ന്, CMRL നിന്ന് പണം വാങ്ങിയെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല 2023-ൽ സമ്മതിച്ചിരുന്നു. പണം വാങ്ങിയെന്ന ആരോപണം നിഷേധിക്കാതെയായിരുന്നു മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയുടെയും 2023-ലെ പ്രതികരണം. കേസുകൾ നേരിട്ട പ്രതിപക്ഷ നേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. 2024 മുതൽ ED ചോദ്യം ചെയ്ത നേതാക്കളിൽ 95%-ലധികവും പ്രതിപക്ഷ പാർട്ടിയിലുള്ളവരെയെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. 2024-ൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ഭൂമി ഇടപാട് കേസിൽ ED അറസ്റ്റ് ചെയ്തെങ്കിലും ഉടൻ ജാമ്യം ലഭിച്ചു. കേസിൽ വിചാരണ നടപടികൾ സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി 2026 ഫെബ്രുവരിയിൽ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. ഡൽഹി മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ CBIയും EDയും അറസ്റ്റ് ചെയ്തത് 2024 മാർച്ചിലാണ്. പിന്നീട് തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി ഫെബ്രുവരി 26-ന് ഡൽഹി വിചാരണ കോടതി എല്ലാ പ്രതികളെയും കുറ്റവിമുക്തരാക്കി. രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, തേജസ്വി യാദവ്, അഭിഷേക് ബാനർജി എന്നീ നേതാക്കൾക്കെതിരെയും കേസുകളുണ്ട്. 2015 മുതൽ 2025 വരെയുള്ള കണക്ക് പ്രകാരം ED രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് 193 കേസുകളാണ്. ഇതിലാകെ 2 എണ്ണത്തിൽ മാത്രമേ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. പിണറായി വിജയനെ പിന്തുണച്ചും കോൺഗ്രസിനെ വിമർശിച്ചും നിരവധി ദേശീയ നേതാക്കൾ ഇന്ന് രംഗത്തെത്തി. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേന്ദ്ര ഏജൻസികളെ ആയുധമാക്കുന്നുവെന്ന് MK സ്റ്റാലിൻ ആരോപിച്ചു. കോൺഗ്രസ് നേതാക്കളുടെ നിരുത്തരവാദപരമായ ആരോപണങ്ങളുടെ പൊള്ളത്തരം തുറന്നുകാട്ടപ്പെടുന്നുവെന്നും സ്റ്റാലിൻ പറയുന്നു. കോൺഗ്രസ് പരാതിക്ക് പിന്നാലെയുള്ള റെയ്ഡ് BJP കോൺഗ്രസ് ബന്ധത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നുവെന്ന് അരവിന്ദ് കെജ്രിവാൾ പറയുന്നു. റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലെന്നും അന്തിമമായി സത്യവും നീതിയും മാത്രമേ വിജയിക്കൂ എന്നും തേജസ്വി യാദവും പറഞ്ഞു. സർക്കാരിൻ്റെ സ്വകാര്യ സൈന്യമല്ലെന്ന് EDക്ക് ഓർമ്മ വേണമെന്ന് മഹുവ മൊയ്ത്രയും ഇന്ന് പറയുകയുണ്ടായി. ദേശീയ നേതാക്കളുടെ പ്രതികരണങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. പിന്നെ കേസിൻ്റെ ഒരു ചരിത്രവും കണ്ടു. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ EDയുടെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരൊരു കേസിലേക്ക് വരുമ്പോൾ തീർച്ചയായും ഇതിൻ്റെയും കൂടെ പശ്ചാത്തലത്തിലായിരിക്കുമല്ലോ നമ്മൾ അതിനെ കാണുക. നിശ്ചയമായിട്ട് ഇതിനകത്ത് ഈ എക്സാലോജി കേസിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കേസിനെ മാസപ്പടി കേസ് എന്നാണ് അറിയുന്നത്. ചില മാധ്യമങ്ങൾ മാസപ്പടി എന്ന് പ്രയോഗിച്ചാണ്. സത്യത്തിൽ ഈ പണം മാസപ്പടിയാണോ എന്നാണ് യഥാർത്ഥത്തിൽ അന്വേഷിക്കപ്പെടുന്നത്. ഇപ്പം അന്വേഷിക്കപ്പെടുന്നത് നമ്മൾ ഈ മാസപ്പടി എന്നൊരു നെഗറ്റീവ് സംഗതിയാണല്ലോ. എന്ന് വെച്ചാൽ ഒരു അരുചികരമായ അഹിതകരമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അധികാര പദവിയിലുള്ള ഒരാളുടെ ബന്ധുവിന് പണം മാസത്തിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക, ഇതാണല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് തെളിയിക്കപ്പെടുന്നതിന് മുമ്പേ മാസപ്പടി എന്ന നെഗറ്റീവ് പേര് ചാർത്തി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്. മാസപ്പടി എന്ന് പറയാമോ എന്നതാണ് യഥാർത്ഥത്തിൽ അന്വേഷണ സംഘങ്ങൾ അന്വേഷിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 1,72,00,000 രൂപ എന്നത് ഈ വീണ വിജയൻ എക്സാലോജിക്ക് ഈ സൊല്യൂഷൻസ് എന്ന് പറയുന്ന അവരുടെ കമ്പനി വാങ്ങിയിരിക്കുന്നത് ബാങ്ക് ത്രൂ ആണ്. സകല നമ്മുടെ നാട്ടിലെ നിയമങ്ങളും പാലിച്ചിട്ട് ബാങ്കിൽ കൃത്യമായിട്ട് പൈസ ഇട്ട് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ആണെങ്കിൽ ആളുകൾ ബാങ്കിലൂടെ ഇതിൻ്റെ നികുതിയെല്ലാം കൊടുത്ത് ടാക്സ് എല്ലാം കാണിച്ചിട്ടാണോ കൊടുക്കുക എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും സാധാരണക്കാരായ ഒരാളുടെ മുമ്പിലേക്ക് വരും. ആ ചോദ്യങ്ങൾ ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പ്രത്യേകിച്ച് സേവനമൊന്നും കൊടുക്കാതെയാണ് ഈ പണം വാങ്ങിച്ചുകൊണ്ടിരുന്നത് എന്നൊരു വർത്തമാനം അതിനകത്തുണ്ട്, ഒരു ആരോപണമുണ്ട്. അത് രാഷ്ട്രീയമായിട്ട് ഗൗരവമുള്ളൊരു കാര്യമാണ്. എന്തിനാണ്? മുഖ്യമന്ത്രിയുടെ മകളാണല്ലോ ഇവരൊരു കമ്പനി ഉണ്ടാക്കിയിട്ട് ഈ ഷേഡിയാണ് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ മോശം ട്രാക്ക് റെക്കോർഡിൽ നിന്നൊക്കെ രാഷ്ട്രീയ എതിരാളികളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന, എന്നാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉദാരമായിട്ട് സംഭാവന കൊടുത്തിരിക്കുന്ന ഒരു കമ്പനിയിൽ നിന്ന് എന്തിനാണ് ഇവർ ഇങ്ങനെ പണം വാങ്ങിച്ചത് എന്നൊരു ചോദ്യം സാങ്കത്യമുള്ളതാണ്. അതിനകത്ത് ഇതുവരെ വന്നിരിക്കുന്ന കാര്യങ്ങൾ അവർ സേവനം നൽകിയിട്ടുണ്ട് എന്നാണ്. പക്ഷേ സേവനം നൽകിയിട്ടില്ല എന്നാണ് ഈ അന്വേഷണ സമിതികൾ, ഈ പറയുന്ന SFIO ആണെങ്കിലും ഈ പറയുന്ന ED ഒക്കെ ആണെങ്കിലും സംശയിക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്ന SFIO കൊടുത്തിരിക്കുന്ന കുറ്റപത്രം അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസിലൊക്കെ അത്തരം കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കോണ്ടക്സ്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് വിശദീകരിക്കേണ്ടത് അവരുടെ കാര്യമാണ്. ഈ കാര്യങ്ങൾ അന്വേഷിച്ച് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള അന്വേഷണ ഏജൻസികളാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പറയുന്ന സംഗതികൾ നമ്മളിതിനെ സംശയിക്കുന്നത് എന്തുകൊണ്ടാണ്? അതായത് ED ഇങ്ങനെ ചെയ്യുന്നത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ്. ഇത് മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ്റെ
രാഷ്ട്രീയമായിട്ടുള്ള സംഗതികളെയും അതുവഴി CPM-നെ തന്നെയും ഇല്ലാതാക്കാനുള്ള BJP ശ്രമമാണിത് എന്നൊക്കെ CPM-കാർ പറയുന്നതിനെ മുഖവിലക്കെടുത്ത് അതുകൂടെ ഒന്ന് ആലോചിക്കേണ്ടതല്ലേ എന്ന് നമ്മളെപ്പോലുള്ള നിഷ്പക്ഷരായിട്ടുള്ള മാധ്യമങ്ങൾ തോന്നുന്നത് എന്തുകൊണ്ടാണ്? തോന്നുന്നത് ED-യുടെ ട്രാക്ക് റെക്കോർഡ് ഒട്ടും വൃത്തിയുള്ളതല്ല എന്നുള്ളതുകൊണ്ടാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് 2014 മുതൽ 2022 വരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് 3010 റെയ്ഡുകൾ രാജ്യത്താകെ നടത്തിയിട്ടുണ്ട്. 3010. 2014 എന്ന് വെച്ചാൽ നരേന്ദ്രമോദി സർക്കാർ വന്ന ഈ BJP സർക്കാരുകളുടെ കാലത്തോട്ട് 2022 വരെ ED നടത്തിയ റെയ്ഡുകളുടെ എണ്ണം 3010 ആണ്. അതിനകത്ത് കോൺഗ്രസ് UPA സർക്കാരുകൾ നടക്കുന്ന സമയത്ത് പക്ഷേ 2004 മുതൽ 2014 വരെയുള്ള കാലത്ത് ഇത് 112 റെയ്ഡ് മാത്രമായിരുന്നു. UPA സർക്കാരുകളുടെ 10 വർഷം എടുത്താൽ 112 റെയ്ഡാണ് നടന്നിരുന്നതെങ്കിൽ നരേന്ദ്രമോദി സർക്കാരുകളുടെ കാലം എടുത്താൽ അത് 3010 റെയ്ഡുകളാണ് എന്നാണ് ഈ പറയുന്നതിന് അർത്ഥം. എന്ന് വെച്ചാൽ വലിയ ശതമാനത്തിൻ്റെ വർധനയുണ്ടായി. എന്ന് വെച്ചാൽ ഇത് ആ കാലത്ത് കുറച്ച് അലസമായിട്ട് ഇട്ടിരിക്കുകയും ഈ കാലത്ത് ഒരുപാട് ആളുകളെ പിടികൂടാനായിട്ടും കുറേ കുഴപ്പങ്ങൾ കണ്ടെത്തിയതുകൊണ്ടും നല്ല ധീരമായിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ എന്ന അന്വേഷണ ഏജൻസിയെ ഉപയോഗിച്ചതുകൊണ്ടുമാണ് എങ്കിൽ ഉണ്ടാകേണ്ടുന്ന റിസൾട്ട് ഉണ്ടാക്കിയിട്ടുമില്ല എന്നതാണ് നമ്മൾ കാണുന്നത്. ED-യുടെ ഇൻഫർമേഷൻ റിപ്പോർട്ട് പ്രകാരം 4964 കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ ചാർജ് ഷീറ്റ് അതിനകത്ത് നൽകിയത് 993 കേസുകൾ മാത്രമാണ്. 4964 കേസുകൾ രജിസ്റ്റർ ചെയ്തു, 993 കേസുകൾ മാത്രമാണ് ചാർജ് ഷീറ്റ് കുറ്റപത്രം കൊടുത്തത്. അതിനകത്ത് തന്നെ ശിക്ഷിച്ചത് 23 കേസുകളാണ്. 23 കേസുകൾ മാത്രം. അതാണ് സംഗതി. അതായത് 4964 കേസുകൾ എടുത്തു, എന്നിട്ട് 23 കേസുകളിൽ മാത്രം ശിക്ഷ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കൺവിക്ഷൻ റേറ്റൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് ആലോചിച്ചു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കോടതി കണ്ടിരിക്കുന്ന, മറ്റേ കേസുകളെല്ലാം ഒഴിവാക്കാൻ വേണ്ടി കോടതി കണ്ടിരിക്കുന്ന പ്രധാനമായിട്ടുള്ള കാരണം മതിയായ തെളിവുകൾ ഹാജരാക്കിയില്ല എന്നാണ്. എന്ന് വെച്ചാൽ ഒരു ഇളക്കം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേസെടുക്കുക, അന്വേഷണമൊന്നും കാര്യമായിട്ടില്ല, ബഹളം ഉണ്ടായിക്കൊണ്ടേയിരിക്കും തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ, എന്നിട്ട് തെളിവൊന്നും ഹാജരാക്കില്ല, കേസ് ആ വഴിക്ക് പോകും. ഇതിലെ 90% കേസുകളും പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയാണ്, പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾക്കെതിരെയാണ്. അത് പിന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. BJP-യുടെ നേതാക്കൾക്കെതിരായിട്ടുള്ള കേസുകൾ എന്നത് നമ്മുടെ മുന്നിലേക്ക് അധികമായിട്ട് വന്നിട്ടില്ല. നമ്മൾ തന്നെ പരിശോധിച്ചാൽ അത് ഇപ്പോൾ ഇവിടെ കൊടകര കൊഴൽപ്പട കേസ് അതിൻ്റെ നല്ല ഉദാഹരണമാണ്. അപ്പോൾ അത് അക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പോയിൻ്റ് ഉണ്ട്. അതായത് മുൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറായിരുന്ന സഞ്ജയ് കുമാർ മിശ്ര ഇപ്പോൾ ഇരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയിലാണ്. എന്ന് വെച്ചാൽ BJP-യുടെയും സർക്കാരിൻ്റെയും സ്വന്തം ആളുകളാണ്. എന്നിട്ട് BJP-യുടെയും കേന്ദ്ര സർക്കാരിൻ്റെ ആളുകൾക്കെതിരെ ഒരു കേസും ഉണ്ടാവില്ല. എടുക്കുന്ന കേസുകൾ മുഴുവൻ ഈ പറയുന്ന ബഹളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ മാത്രം എടുക്കുക. എന്നിട്ട് എടുത്ത് ബഹളമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അവസാനം ഉള്ളി തൊലിക്കുന്ന പോലെ എല്ലാം കൂടി കഴിയുമ്പോഴേക്ക് കേസിൽ ഒരു തെളിവും ഉണ്ടാവില്ല. ആ നിലക്ക് കേസ് പോകും. അപ്പോൾ ബഹളം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ട്. ഇനി ബഹളം ഉണ്ടാക്കുന്ന എന്തിനാണ്? അതിന് ഈ കേന്ദ്ര സർക്കാരിനെയും മീഡിയയും വിമർശിക്കുന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന 2 പേരുകളാണ്. ഒന്ന് സുവേന്ദു അധികാരി, 2 ഹിമന്ത ബിശ്വ ശർമ്മ. സുവേന്ദു അധികാരി ആരായിരുന്നു? തൃണമൂലിൽ നേതാവായിരിക്കെ ശാരദാ ചിറ്റ് ഫണ്ടൊക്കെ വലിയ തോതിൽ തട്ടിപ്പും കേസും നാരദ സ്കാം വീഡിയോയിലൂടെ വന്നു. ഇപ്പോൾ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി അപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ BJP-യുടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സുവേന്ദു അധികാരി മറ്റൊരു പാർട്ടിയിലായിരിക്കെ ആ പാർട്ടിയിൽ നടത്തിയ അഴിമതി ED അന്വേഷിക്കവേ ഈ സുവേന്ദു അധികാരിയെ നരേന്ദ്രമോദി അതിരൂക്ഷമായിട്ട് വിമർശിക്കുന്നതിൻ്റെ വീഡിയോ ഇപ്പോഴും ലഭ്യമാണ്. കള്ള എന്ന് വിളിച്ചു. ഭയങ്കരമായിട്ട് വിളിച്ചു, ഭയങ്കരമായിട്ട് ഈ വിമർശിക്കുകയും അങ്ങനെയൊക്കെ അധിക്ഷേപിച്ചു. എന്നിട്ടിപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ്, ബംഗാളിലെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം എന്ന് ആലോചിക്കണം. അതായത് ED കേസ് വരുന്നു, ഒരാളൊരു അഴിമതി നടത്തുന്നു, മറ്റൊരു പാർട്ടിയിലെ ആൾ ED കേസ് വരുന്നു, വലിയ ബഹളം. അപ്പോൾ അയാൾ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് BJP-യിലേക്ക് ചേരുന്നു. അതോടെ ED കേസ് പോയി. ED കേസ് പോയിട്ട് അദ്ദേഹം മുഖ്യമന്ത്രി പോലും ആകുന്നു. ഹിമന്ത ബിശ്വ ശർമ്മ അസമിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹം കോൺഗ്രസ്സിലായിരിക്കെ കേസുണ്ടായിരുന്നു, പക്ഷേ ഇത് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഈ കേസ് മാറി. അപ്പോൾ ഇതൊക്കെയാണ് ഈ സംഗതികളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്. എന്തുകൊണ്ടാണ് മുരളീധരൻ ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാവായിരിക്കും. ഇപ്പോൾ കോൺഗ്രസിൻ്റെ MLA ആയുള്ള സന്ദീപ് വാര്യർ ഇടക്കാലത്ത് ഇവിടെ ഈ ഷഹബാസ് അവനും മറ്റുമൊക്കെ ഒരു സിനിമാ പാട്ട് പരിപാടി നടത്തിയപ്പോഴാണെന്ന് തോന്നുന്നു സിനിമാക്കാരെ ഭീഷണിപ്പെടുത്താൻ അദ്ദേഹം വളരെ പ്ലെയിനായിട്ട് ഭീഷണിപ്പെടുത്തി. ഞങ്ങളുടെ കയ്യിലാണ് ED, ഞങ്ങൾ നിങ്ങളെ പിടിക്കും കേട്ടോ എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ BJP-ക്കാർ ഇതിനകത്ത് എന്തെങ്കിലും അവർ ഞങ്ങളുടെ ED ഞങ്ങളുടെ കയ്യിലാണ്, ഞങ്ങളുടെ ആയുധമാണ്, ഞങ്ങൾ ആയുധമായിട്ട് ഉപയോഗിക്കുകയാണ് എന്നതിനെ ബുദ്ധിമുട്ടായിട്ട് കാണുന്നില്ല. അതവരുടെ കരുത്തായിട്ടാണ് കാണുന്നത്. അതായത് ശരിയാണ്, ഞങ്ങളതിന് ചെയ്യും, ഞങ്ങൾ പ്രതിപക്ഷ പാർട്ടികളുടെ അഴിമതി നടത്തുന്ന ആളുകളെ ഞങ്ങൾ പിടിക്കും, അതിനാണ് ED എന്നാണ്. അപ്പോൾ പക്ഷേ പൊതുജനം ഈ കാര്യങ്ങൾ ഇപ്പോൾ പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ഈ കാര്യത്തിൽ അന്വേഷണം നടത്തുമ്പോൾ പൊതുജനം എന്താ കരുതുക? ഇത് ഇവർ സ്ഥിരം പരിപാടിയാണല്ലോ എന്ന് വിചാരിക്കും. അപ്പം ഇത് ഇന്നിപ്പോൾ നടന്ന പ്രതിഷേധങ്ങളൊക്കെ നടന്നപ്പോൾ, ഇത് നാഷണൽ ഹെറാൾഡ് പരിപാടി നടന്നപ്പോൾ ആ കേസിൽ നമ്മുടെ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും കൊണ്ടുപോയിട്ട് പരിശോധനയ്ക്കും അന്വേഷണത്തിനും വിധേയമാക്കിയപ്പോൾ ഇതേ കോൺഗ്രസ്സുകാർ അവിടെയും പ്രതിഷേധിച്ചിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാളിൻ്റെ അവസ്ഥ നമുക്കറിയാം. ഇന്നിപ്പോൾ തേജസ്വി യാദവ് എഴുതിയ ട്വീറ്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലാലു പ്രസാദ് ജി ഇവരോടൊപ്പം ചേർന്നിരുന്നെങ്കിൽ
ഫോർഡർ സ്കാം എന്നുള്ളത് ബ്രദർ സ്കാം ആയിട്ടങ്ങ് മാറിയേനെ. അദ്ദേഹം ലാലു പ്രസാദ് ജിയുടെ പേര് രാജാ ഹരിശ്ചന്ദ്ര ജി എന്നിവരാക്കിയേനെ എന്ന് പറഞ്ഞ് പരിഹസിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട് ഈ ട്വീറ്റിൽ. അതൊരു വസ്തുതയാണ്. അപ്പോൾ ആളുകൾ അതിനെ ഒരു തമാശയായിട്ട് കാണുകയാണ്. ബി ജെ പി നേതാക്കൾക്ക് അതിനകത്ത് അങ്ങനെയൊക്കെ പരിഹസിക്കപ്പെടുന്നതിലോ തമാശയാക്കുന്നതിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് അവർക്ക് തോന്നുന്നില്ല. ഈ ഞങ്ങൾക്കെതിരെ നിന്നാൽ പ്രതിപക്ഷ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഞങ്ങൾ ED ഉപയോഗിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യും എന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കോ, എന്നിട്ട് ഇങ്ങോട്ട് പോരൂ എന്നാണ് ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ അവർ പറയാറ്. കേരളത്തെ പക്ഷേ അങ്ങനെ നടക്കുന്ന കാര്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവർ വേറൊരു ടൈപ്പ് പാർട്ടി ആയതുകൊണ്ടും ഈ നാട് വേറൊരു ടൈപ്പ് നാടായതുകൊണ്ടും കോൺഗ്രസ്സുകാരും CPM ഒക്കെ ഇതിനോട് ശക്തമായിട്ട് എതിർക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇന്ന് തന്നെ നോക്കൂ, കെ മുരളീധരൻ്റെ പ്രതികരണം ആ മട്ടിലുള്ളതായില്ലേ അല്ലേ? അതെ തീർച്ചയായും. അതാണ് ഇന്ന് നീ നാളെ ഞാൻ എന്ന് പറയുന്നതല്ലേ. ഇപ്പം പഴുത്തില വീഴുമ്പം പച്ചില ചിരിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. ആ ബോധം കൃത്യമായും കോൺഗ്രസ്സിൽ നിലവിലുള്ളത്, കേരളത്തിലുള്ളത് അത് കെ മുരളീധരനാണ് എന്നുള്ളതാണ് ഇന്നത്തെ പ്രതികരണങ്ങൾ കാണുമ്പോൾ തോന്നിയിരിക്കുന്നത്. കൃത്യമായ അങ്കലാപ്പായിരുന്നു സത്യത്തിൽ രമേശ് ചെന്നിത്തലയുടെ മുഖത്ത്, ആഭ്യന്തരമന്ത്രിയുടെ മുഖത്ത് ഉണ്ടായിരുന്നതെന്നും തോന്നുന്നു. അത് അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ പാർട്ടി ഫണ്ട് എന്ന നിലക്കാണ് നേരത്തെ തന്നെ 2023 തന്നെ ഞങ്ങൾ പൈസ വാങ്ങിയിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നതാണ്. അപ്പോൾ അവർ ഉൾപ്പെടുന്ന ഒരു മന്ത്രിസഭയാണ്. തീർച്ചയായും അവരിലേക്ക് കൂടി അന്വേഷണം വരുമോ എന്നുള്ള ഭയം അവർക്കുണ്ടാവും. അതുമാത്രവുമല്ല, പിന്നെ ഇന്ന് പറഞ്ഞതിൽ ഒരു കല്ലുകടി ആയി തോന്നുന്നത് എന്നുള്ളത്, ഇവിടുത്തെ പോലീസ് സംവിധാനത്തെ അല്ലെങ്കിൽ ഇവിടെയുള്ളവരെ ED റെയ്ഡിൻ്റെ കാര്യം അറിയിച്ചിരുന്നില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഇപ്പോൾ ഈ ED ഉദ്യോഗസ്ഥർക്ക് തന്നെ അവരുടെ ജോലി കൃത്യമായും ചെയ്തു പോകാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നതും കേരള പോലീസ് തന്നെയാണ്. പക്ഷെ അത്തരം ഒരു കാര്യം പറഞ്ഞതിലൂടെ പിന്നെ അത് മാത്രമല്ല, അതിനിടയിൽ ഒരു രാഷ്ട്രീയ കാര്യം കൂടി ഇട്ടു. ഇവർ തമ്മിലാണല്ലോ ഡീൽ. അപ്പോൾ ആ ഡീലുള്ളവരോട് അവർ ചോദിക്കട്ടെ എന്നുള്ള തരത്തിൽ ഒരു കൈ കഴുകലോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു മറുപടിയിലേക്കുള്ള ഒരു ഒളിച്ചോട്ടം എന്ന നിലയ്ക്ക്, ഒരു മറുപടി പറഞ്ഞ് പിന്നീട് ഒരു ഒളിച്ചോട്ടം എന്ന നിലയ്ക്കൊക്കെ ആയിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത്. എന്തായാലും നമ്മൾ ഈ ചരിത്രം പരിശോധിക്കുമ്പോൾ മറ്റേ ഈ EDയുടെ ഇടപെടൽ കൊണ്ട് പേടിച്ച ആളുകൾ എന്തായാലും ഉണ്ട്. അതിപ്പോൾ കേരളത്തിലുള്ള ആളുകൾ അത്തരത്തിൽ പേടിക്കുന്നില്ല. ഇപ്പോൾ മുഹമ്മദ് റിയാസ് അടക്കം പറഞ്ഞതുപോലെ സംഘപരിവാറിന് കുമ്പിടാൻ എന്തായാലും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ തന്നെ മറ്റ് നേതാക്കളും സമാനമായ രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ പേടിച്ച ഒരുപാട് പേർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് വെറുതെ ഒന്ന് പറഞ്ഞു പോയാലോ. എന്തായാലും 2014 ശേഷം അത് ഇപ്പോൾ ഒന്ന് പറഞ്ഞു, ഹിമന്ത ബിശ്വ ശർമ്മ കോൺഗ്രസിൽ നിന്നാണ് അങ്ങോട്ട് മാറിയത്. 2015 സഞ്ജയ് സേത്ത് SP നേതാവായിരുന്നു, BJPയിലേക്ക് പോയി. സുവേന്ദു അധികാരി TMC നേതാവായിരുന്നു, അദ്ദേഹം BJPയിലേക്ക് പോയി. റാണീന്ദർ സിംഗ് കോൺഗ്രസ് നേതാവായിരുന്നു, അദ്ദേഹം BJPയിലേക്ക് പോയി. ഈ BJP എന്ന് പറയണ്ട, BJPയും NDAയിലേക്ക് മാത്രമേ പോയിട്ടുള്ളൂ എന്നങ്ങ് മനസ്സിലാക്കാം. ആളുകളിലേക്ക് ഏത് പാർട്ടിയിൽ നിന്ന് മാത്രമേ ഉള്ളൂ. യാമിനി ജാദവ് ശിവസേനയായിരുന്നു, ഭാവന ഗാവലി ശിവസേന നേതാവായിരുന്നു, പ്രതാപ് സർനായിക്ക് ശിവസേന നേതാവായിരുന്നു, ഹസൻ മുഷ്രിഫ് NCP നേതാവായിരുന്നു, പ്രഫുൽ പട്ടേൽ NCP നേതാവായിരുന്നു, അജിത് പവാർ NCPയിൽ നിന്ന് അങ്ങോട്ട് പോയി, താപസ് റോയ് TMC നേതാവായിരുന്നു, ഗീതാ കോട കോൺഗ്രസ് നിന്ന് പോയതാണ്, ബാബ സിദ്ദിഖി കോൺഗ്രസ് നേതാവായിരുന്നു, നവീൻ ജിദ്ദാൽ കോൺഗ്രസ് നേതാവായിരുന്നു, അശോക് ചവാൻ കോൺഗ്രസിൽ നിന്ന് പോയ ആളാണ്. എന്തിന് ഇവിടെയുള്ള സാബു M ജേക്കബ് വരെ ഏറ്റവും കേരളത്തിലുള്ള ഏകയുള്ള ഒരു ഉദാഹരണം എന്നുള്ളതായിരുന്നു. പക്ഷെ അദ്ദേഹം അതിനെ എതിർക്കുകയും വിമർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും അദ്ദേഹത്തിനും ഈ പറയുന്നത് പോലെ ഒരു ED അന്വേഷണത്തിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ ഒരു ഭീഷണിയും നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം ഇങ്ങോട്ട് പോയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി ഇതുപോലെ തന്നെയാണ് കോൺഗ്രസ്സിലുള്ള ആളുകൾക്കെതിരെ വരുന്ന അന്വേഷണവും എന്നുള്ളതും കൂടെ നമ്മൾ എടുത്തു പറയണ്ടേ. അത് നാഷണൽ ഹെറാൾഡ് കേസാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, കോൺഗ്രസ്സിലെ മാത്രമല്ല, അരവിന്ദ് കെജ്രിവാൾ അന്ന് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. അതുമാത്രമല്ല, മനീഷ് സിസോദിയും സത്യേന്ദ്ര ജെയിനെ അടക്കം അവരെ ജയിലിൽ അടക്കുകയാണ് ചെയ്തത്. പക്ഷേ തെളിവുകളുടെ അഭാവത്തിൽ അവരെ വെറുതെ വിടുകയാണ് ചെയ്തത്. പക്ഷേ എന്തൊരു വലിയ രാഷ്ട്രീയ നീക്കമായിരുന്നു അവിടെ നടന്നിരുന്നത് എന്നുള്ളതാണ്. അതൊരു വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. അതിന് ചുക്കാൻ പിടിച്ചിരിക്കുന്നത് ഇവിടെയുള്ള ഒരു സർക്കാരും അത് മുഖേന ED എന്നുള്ള ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് അതിനെ അവർക്ക് അത്ര വലിയ രാഷ്ട്രീയ നീക്കം പ്ലാൻ ചെയ്യാനും നടപ്പിലാക്കിയെടുക്കുവാനും ഉള്ളതാണ്. കാരണം ജയിലിലടക്കുന്നതോടുകൂടി ഒരു നേതാവിൻ്റെ വലിയൊരു വിശ്വാസ്യത തന്നെ ചോർന്നു പോയൊരു ഘട്ടമുണ്ടായിരുന്നു. അതിനുശേഷം അവരതിൽ ശക്തമായി തിരിച്ചു വരുന്നു എന്നുള്ളത് വേറെ പക്ഷം. പക്ഷേ എങ്കിലും ഈ തരത്തിൽ ഒരു വടി അങ്ങോട്ട് കൊടുത്ത് അടി മേടിക്കാനുള്ള ഒരു സാഹചര്യം ED വഴി ഉണ്ടാക്കിയെടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ജാഗ്രതയാണ് ഇവിടെയുള്ള ഈ കേരളത്തിലടക്കം വീണ്ടും ED റെയ്ഡ് നടത്തുമ്പോൾ ഇവിടെയുള്ള ആളുകൾ നേതാക്കൾ പുലർത്തുന്നു എന്നുള്ളതാണ് എനിക്കത് മനസ്സിലായിട്ടുള്ള കാര്യം. പിന്നെ മറ്റൊന്ന് ഹേമന്ത് സോറനാണ്, JMM നേതാവ്. അദ്ദേഹം ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം ലാൻഡ് സ്കാം കേസിലായിരുന്നു ED അറസ്റ്റ് ചെയ്തിരുന്നത്. പിന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ DK ശിവകുമാർ കോൺഗ്രസിൻ്റെ കർണാടക ഡെപ്യൂട്ടി CM ആണ്. അദ്ദേഹം ഒരു മണി ലോണ്ടറിങ് കേസിലും അറസ്റ്റും അന്വേഷണവും ഒക്കെ നേരിട്ട ആളാണ്. പിന്നെ ലാലു പ്രസാദ് യാദവ് ആയിരുന്നു. പിന്നെ ഭൂപേഷ് ബാഗേലുണ്ട്. അങ്ങനെ എന്നു തുടങ്ങി
ഏറെക്കുറെ ഒരു 193 കേസിൽ ആകെ 2 എണ്ണത്തിൽ മാത്രമേ കുറ്റക്കാർ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ എന്നതാണ് പ്രാഥമികമായി ഏറ്റവും ആദ്യമായി നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുന്ന കാര്യം. പക്ഷെ മറ്റ് മുഴുവനായും ED സ്വീകരിച്ച എടുത്ത കേസുകളുടെ കാര്യമാണ് നേരത്തെ പറഞ്ഞ ഈ 4000-ലധികം കേസുകളെന്ന് സനീഷേട്ടൻ പറയുന്ന കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും 2014 ശേഷം ഈ 25ഓളം പ്രതിപക്ഷ നേതാക്കളാണ് നിലവിൽ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ, അതായത് ED, CBI അടക്കം നേരിട്ട ശേഷം BJPയിലേക്കും NDAയിലേക്കും പോയത് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇതിൽ 23 പേരുടെ കേസുകളിൽ ഗണ്യമായ ഇളവും പിന്നീട് അവർക്കൊരു ക്ലീൻ ചിറ്റ് എന്ന നിലയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു EDയെ ഒരു ഉപകരണമാക്കി എടുത്തുകൊണ്ട് ഇത്തരത്തിൽ കാര്യങ്ങളെ വളരെ എളുപ്പത്തിൽ നടത്തിയെടുക്കാനുള്ള ഒരു ചാനൽ ഉണ്ടാക്കിയെടുക്കാനായിരുന്നു ഉപയോഗിക്കുന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. അങ്ങനെയല്ലേ? നിശ്ചയമായിട്ട് ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്യാമിലി നോക്കേണ്ടതായിട്ട് എനിക്ക് തോന്നിയത്, ഈ രാഷ്ട്രീയക്കാർ നടത്തുന്ന അഴിമതികളുണ്ടല്ലോ, അതിപ്പോൾ അവരുടെ ബന്ധുത്വം ഉപയോഗിച്ചിട്ടാണെങ്കിലും ഒക്കെ നടത്തുന്ന അഴിമതികൾ നിശ്ചയമായിട്ടും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ നമ്മുടെ രാജ്യത്ത് അങ്ങനെയാണോ ഉണ്ടായിരിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ED സ്പർശമേറ്റിട്ട് BJPക്ക് 2 മുഖ്യമന്ത്രിമാരെ പോലും കിട്ടി എന്നിപ്പോൾ നമ്മൾ കണ്ടില്ലേ. ED സ്പർശമേറ്റു, അപ്പോൾ നമ്മൾ മറ്റേ ഒരു മിഡാസോവറ്റ തൊട്ടാൽ സ്വർണ്ണമാവെന്ന് പറഞ്ഞ പോലെ ED സ്പർശമേറ്റപ്പോൾ സുവേന്ദു അധികാരി BJPയുടെ മുഖ്യമന്ത്രിയായി, ഹിമന്ത വിശ്വകർമ്മ BJPയുടെ മുഖ്യമന്ത്രിയായി. എന്നുവെച്ചാൽ ED സ്പർശമേറ്റിട്ട് ഒരുപാട് ആളുകളെ നേടാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോൾ അത് നമ്മളിപ്പോൾ ED, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും മറ്റ് അന്വേഷണ സംവിധാനങ്ങളും ഒക്കെ നേരാൻ വണ്ണം പ്രവർത്തിച്ച് ഈ രാഷ്ട്രീയ നമ്മുടെയൊക്കെ നികുതി പണം എടുത്തിട്ട് അഴിമതി നടത്തുന്ന ആളുകളെ പിടികൂടണം എന്നുള്ള കാര്യത്തിൽ എന്താ സംശയമുള്ളൂ? ഒരു സംശയമില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുന്ന ആളുകളെല്ലാം രക്ഷപ്പെട്ടു പോകുന്നതാണ് നമ്മൾ കാണുന്നത്, അല്ലേ? അപ്പോൾ ആണ് ഇത് ഭയങ്കരമായിട്ട് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഇവിടേക്ക് കേരളം പോലൊരു സ്ഥലത്തേക്ക് ഇത്തരം ചെറിയ സംഭവങ്ങൾ ഉണ്ടായാൽ പോലും അതിരൂക്ഷമായിട്ട് മാധ്യമങ്ങളും പൊതുസമൂഹം എതിർക്കുകയും അതുകൊണ്ട് തന്നെ ഇപ്പോൾ CPMൻ്റെ ഒക്കെ ട്രാക്ക് റെക്കോർഡ് അധികം ഒരു അഴിമതിയും നടത്താതെ ആ നിലക്ക്, കാരണം അവരെ ചെറിയ സംഭവങ്ങൾ ചെയ്താൽ പോലും ആൾ വല്ലാതെ ചോദ്യം ചെയ്യും, പ്രത്യേകിച്ചും കേരളത്തിൽ. അതുകൊണ്ട് ആ നിലക്ക് ഇപ്പം കഴിഞ്ഞ തവണ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്കറിയാമല്ലോ, ഇവരെ ഇങ്ങനെ വലിയ തോതിൽ ചോദ്യം ചെയ്തിട്ട് പോലും EDക്ക് പ്രത്യേകിച്ച് ഒന്നും കണ്ടെത്താനായിട്ടില്ല. KT ജലീലിൻ്റെ കാര്യത്തിൽ ED ഉദ്യോഗസ്ഥർ അത്ഭുതപ്പെട്ടു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതായത് പിന്നെ ഒരു തവണ ചോദ്യം ചെയ്തു, അപ്പോൾ എല്ലാവരും വീണ്ടും ചോദ്യം ചെയ്യുന്ന എല്ലാ മാധ്യമങ്ങളും കൊടുത്തു. അപ്പോൾ അന്ന് ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ സ്ഥാപനത്തിലെ എൻ്റെ റിപ്പോർട്ടർ മാത്രം കൊച്ചി റിപ്പോർട്ടർ വിളിച്ച് പറഞ്ഞു ഇനി ചോദ്യം ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ EDയുടെ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്രേ അയാൾ അന്വേഷിച്ചിട്ട് ഒരു കാര്യവും കിട്ടിയിട്ടില്ല, ഒരു സംഭവമില്ല. അയാൾക്ക് അത്ഭുതമാണ് കേരളം പോലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു മന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളെ അന്വേഷിച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു പേപ്പർ കിട്ടും എന്നാണ്. ഇവിടെ അത് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുപോലൊരു സ്ഥലമാണ് കേരളം. അപ്പോൾ ആ നിലക്ക് നമ്മൾ കാര്യങ്ങൾ നോക്കണം. പിന്നെ ഈ വലിയ അഴിമതികൾ നടത്താലും ഈ രാഷ്ട്രീയ പാർട്ടികൾക്കോ നേതാക്കൾക്കോ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണവും BJPയുടെ ഭാഗത്ത് നമുക്ക് കിട്ടുക. ശവപ്പെട്ടി കുംഭകോണം എന്ന് കേട്ടിട്ടുണ്ട്. ശവപ്പെട്ടി കുംഭകോണം, അതായത് വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് 1999 കാർഗിൽ സംഭവം ഉണ്ടായപ്പോൾ, കാർഗിൽ യുദ്ധം ഉണ്ടായപ്പോൾ, കാർഗിൽ യുദ്ധത്തിൽ മരിച്ച നമ്മുടെ ധീര ജവാന്മാരുടെ ശരീരം കൊണ്ടുവരാനായിട്ട് ശവപ്പെട്ടി വാങ്ങിയതിൽ അഴിമതി നടത്തി രാഷ്ട്രീയക്കാർ. അതിലഴിമതി നടത്തി. എത്ര കോടിയുടെ ആണെന്നറിയോ? 1,47,00,000 രൂപയുടെ അഴിമതിയാണ് ഇതിനകത്ത് എന്താണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ സമർപ്പിച്ച റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരുന്നത്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ പണം ഉണ്ടാവുമെന്നൊക്കെയാണ് മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്നിട്ട് എന്താണ്, ഇപ്പോൾ അതേ BJP അല്ലേ ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത്. അപ്പോൾ ഈ രാഷ്ട്രീയ അഴിമതി കാണിക്കുന്ന ആളുകൾ എന്ന് വെച്ചാൽ ഓർക്കേണ്ടത്, അതിർത്തിയിൽ പോരാടി മരിച്ച കൊല ചെയ്യപ്പെട്ട ധീര രക്തസാക്ഷികളായിട്ടുള്ള നമ്മുടെ ധീര ജവാന്മാരുടെ ഭൗതിക ശരീരം അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വാങ്ങേണ്ടുന്ന ശവപ്പെട്ടിയിൽ പോലും കുംഭകോണം നടത്തിയ സംഭവങ്ങൾക്ക് ശേഷവും രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ അന്തരീക്ഷത്തിലുണ്ട്, ശക്തരായി തന്നെയുമുണ്ട്, ഇല്ലേ? അപ്പോൾ അത് ഇല്ലാതായി പോകേണ്ടത്. എന്തോ ഒരു നിയമം അതിനു വേണ്ടി വരണം. അതായത് അഴിമതി നടത്തുന്ന ആളുകൾ അവർക്ക് അതിനുള്ള ശിക്ഷ കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കും, അല്ലേ? പക്ഷേ അങ്ങനെയല്ല സംഭവിക്കുന്നത്. കാരണം ഇത്തരം അന്വേഷണ സംവിധാനങ്ങളെയെല്ലാം ഇതുപോലെ രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ BJP സർവ്വപ്രതാപികളായിട്ട് വാഴുമ്പോൾ അവരുടെ നേതാക്കൾക്കെതിരെ കേസേ ഇല്ല, പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾക്കെതിരെ അതിരൂക്ഷമായിട്ട് ഇത്തരം കേസുകൾ എടുത്തുകൊണ്ടേയിരിക്കുകയാണ് എന്നതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ കേസിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണല്ലോ ആയിരിക്കുമോ ED പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടാവുക എന്ന് നമ്മളെപ്പോലുള്ള ആളുകൾ സംശയിക്കുന്നത്. അങ്ങനെ സംശയിക്കാൻ ഒരുപാട് സംഭവ വികാസങ്ങൾ ഈ ED പോലുള്ള അന്വേഷണ സംവിധാനങ്ങൾ നൽകിയിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ഇത് വീണ്ടും അത്തരം കാര്യങ്ങൾ കൂടെ ഇതോട് ചേർത്ത് പരിശോധിക്കേണ്ടി വരുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള വേട്ടയാടലിന് ഇരയാകുന്ന രാജ്യത്തെ മറ്റു പ്രതിപക്ഷ നേതാക്കളുടെ നിരയിലേക്ക് ഇപ്പോൾ പിണറായി വിജയനും കടന്നു വന്നിരിക്കുന്നു. തലസ്ഥാന നഗരിയെ പോലും പിടിച്ചു കുലുക്കുന്ന രീതിയിലാണ് ഇന്ന് CPIM പ്രവർത്തകർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ നേരിട്ടത്. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പിണറായി വിജയൻ പാർട്ടിക്കുള്ളിൽ രാഷ്ട്രീയമായി ദുർബലനായി മാറുന്നതാണ് നാം ഇത്രനാളും കണ്ടത്. എന്നാൽ പിണറായി വിജയനും CPIMനും പുത്തൻ ഊർജം നൽകാൻ
ഇന്നത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് കാരണം സാധിച്ചു എന്ന് വേണം വിലയിരുത്താൻ. പാർട്ടിയുടെ അവലോകന യോഗങ്ങളിൽ ഉൾപ്പെടെ രൂക്ഷ വിമർശനം നേരിട്ട പിണറായിയുടെ പിന്നിൽ പാർട്ടി ഒന്നാകെ അണിനിരുന്നു. എന്നാൽ ഇത്രയേറെ സംഭവങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടായിട്ടും മുഖ്യമന്ത്രി വി ഡി സതീശൻ മൗനം തുടരുന്നത് ദുരൂഹമെന്ന് ആരോപിക്കുന്നവരും നിരവധിയാണ്. രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും അതിരൂക്ഷമായി വിമർശിച്ച് അരവിന്ദ് കെജ്രിവാളും എം കെ സ്റ്റാലിനും രംഗത്തെത്തിയത് അവരുടെ മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണെന്നതും വ്യക്തം. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളും പിണറായി വിജയനെയും കേന്ദ്ര സർക്കാരിനെയും ഉണ്ടായിരുന്നു എന്നതും നമ്മുടെ മുന്നിലെ ചരിത്രമാണ്. കോൺഗ്രസ് പാർട്ടിക്കാരല്ലാത്ത പ്രതിപക്ഷ നേതാക്കൾക്ക് നേരെ ഇഡിയുടെ രാഷ്ട്രീയ വേട്ട നടന്നോട്ടെ എന്നാകും ഒരുപക്ഷെ രാഹുലും വിചാരിക്കുന്നത്. കേരളത്തിലും ഇനി കോൺഗ്രസ് സർക്കാരിനെ വേട്ടയാടാൻ ഇഡി എത്തില്ലെന്ന ഓവർ കോൺഫിഡൻസും രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായേക്കാം. എന്തായാലും ഇതൊരു തുടക്കം മാത്രമെന്ന പിണറായി വിജയന്റെ ഇന്നത്തെ പ്രസ്താവനയിൽ ഒളിച്ചിരിക്കുന്നത് എന്താണെന്നറിയാൻ നമുക്ക് കുറച്ച് ദിവസം കൂടി കാത്തിരിക്കാം.